നമസ്കാരം. ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ വിവാദത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരുപാട് ശക്തരായ മനുഷ്യർ, അതിലേറെ രഹസ്യങ്ങൾ, അങ്ങനെ ഒരു കഥയാണിത്. ഈ വലിയ തുക കണ്ടോ? ഇതെന്തിനാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇത് ഒരൊറ്റ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കൊടുത്ത പണമാണ്. പക്ഷേ ഇതൊരു കഥയുടെ അവസാനമല്ല, മറിച്ച് ഭയപ്പെടുത്തുന്ന ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഈ കേസിന്റെ കേന്ദ്രബിന്ദു വിർജീനിയ ജുഫ്രെ എന്ന സ്ത്രീയാണ്. അവർ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു അംഗത്തിനെതിരെയാണ് കേസ് കൊടുത്തത്. കുപ്രസിദ്ധനായ ഒരു കോടീശ്വരന്റെ കൂടെ കഴിഞ്ഞിരുന്ന കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചായിരുന്നു അവരുടെ ആരോപണങ്ങൾ. അപ്പോ രാജകുമാരൻ ഈ ആരോപണങ്ങളെല്ലാം എപ്പോഴും നിഷേധിച്ചിരുന്നു. എന്നിരുന്നാലും കേസ് ഒത്തുതീർപ്പാക്കിയപ്പോൾ പുറത്തിറക്കിയ ഈ പ്രസ്താവന നോക്കൂ. ഇതിൽ എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോ ഈ രാജകീയ ഇടപാടിന്റെയൊക്കെ പിന്നില്, ഈ കൊടുങ്കാറ്റിന്റെ എല്ലാ നടുവിലുള്ള ആളാരാണെന്ന് നമുക്ക് ശരിക്കൊന്നറിയണ്ടേ? അതാണ് ജെഫ്രി എപ്സ്റ്റീൻ. അയാളെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കഥയുടെ ചുരുളഴിക്കാൻ നമുക്ക് പറ്റൂ. എപ്സ്റ്റീന്റെ കരിയർ ശരിക്കും അവിശ്വസനീയമായ കുതിച്ചുചാട്ടങ്ങളായിരുന്നു. ആദ്യം കോളേജ് ഡ്രോപ്പൗട്ടായിരുന്ന ഒരാൾ ഒരു യോഗ്യതയുമില്ലാതെ ഒരു എലീറ്റ് സ്കൂളിൽ ടീച്ചറാകുന്നു. പിന്നെ ഒരു മുൻപരിചയവുമില്ലാതെ വാൾസ്ട്രീറ്റിൽ ജോലി നേടുന്നു. ഒടുവിൽ കോടീശ്വരന്മാരുടെ പണം മാത്രം കൈകാര്യം ചെയ്യുന്ന സ്വന്തമായ ഒരു രഹസ്യ സ്ഥാപനം. ഇങ്ങനെയാണ് അയാൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. എല്ലാം അതീവ രഹസ്യമായി. പിന്നീട് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ കണ്ടെത്തിയതെന്നോ? കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയൊരു ജീവിതം. വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിക്കുന്നു. പ്രമുഖ ബാങ്കിലെ ജോലിക്ക് ഔദ്യോഗിക രേഖകളില്ല. ഇതൊന്ന് കേട്ടുനോക്കൂ. ന്യൂയോർക്കിലെ ഒരു വലിയ മാളികയും പ്രൈവറ്റ് ജെറ്റുകളും അയാൾക്ക് കിട്ടിയത് വെറും $1. തന്റെ രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇതെല്ലാം. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇത്രയധികം പണവും അധികാരവും അയാൾ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നോക്കാം. നിയമരേഖകളനുസരിച്ച് പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ വളരെ ആസൂത്രിതമായ ഒരു സിസ്റ്റം തന്നെ അയാൾ ഉണ്ടാക്കിയിരുന്നു. ഇത് കണ്ടോ? ഇതുപോലുള്ള കോടതി രേഖകളാണ് ഈ കേസിന്റെ നിയമപരമായ തുടക്കം. ന്യൂയോർക്കിലെ സൗത്ത് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഇതുപോലുള്ള ഫയലിംഗുകളാണ് കാര്യങ്ങൾ പുറം ലോകത്തെത്തിച്ചത്. ഇതുപോലുള്ള പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും, ചോദ്യം ചെയ്യലുകളിൽ ഞെട്ടിക്കുന്ന ഒരു രീതിയാണ് പുറത്തുവന്നത്. ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതി. അന്വേഷണത്തിൽ വളരെ ഭീകരവും സ്ഥിരതയുള്ളതുമായ ഒരു രീതിയാണ് കണ്ടെത്തിയത്. ഒന്നാം ഘട്ടം, ദുർബലരായ പെൺകുട്ടികളെ കണ്ടെത്തുന്നു. പലപ്പോഴും പാവപ്പെട്ട വീടുകളിൽ നിന്ന്, ചിലർക്ക് 12 വയസ്സ് മാത്രം പ്രായം. രണ്ടാം ഘട്ടം, മസാജ് എന്നൊക്കെ പറഞ്ഞ് പണം വാഗ്ദാനം ചെയ്ത് അവരെ ആകർഷിക്കുന്നു. പിന്നെ എപ്സ്റ്റീൻ നേരിട്ട് ദുരുപയോഗം ചെയ്യുന്നു. അതവിടെ തീരുന്നില്ല. നാലാം ഘട്ടം മനുഷ്യക്കടത്താണ്. ആ പെൺകുട്ടികളെ കൊണ്ടുതന്നെ മറ്റു പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ചൂഷണത്തിന്റെ ഒരു പിരമിഡ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോ ഇത്രയധികം തെളിവുകളുണ്ടായിട്ടും നീതിയിലേക്കുള്ള വഴി, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞതും അവസാനം ഒരു പരിഹാരമില്ലാത്തതുമായ ഒരു വഴിയായി മാറി. ഓക്കെ, ഇതൊന്നു നോക്കൂ. ഇതാണ് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യം. ഒരു വശത്ത് എപ്സ്റ്റീന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ശിക്ഷ ജീവപര്യന്തം, മറുവശത്ത് അയാൾക്ക് കിട്ടിയതോ വെറും 13 മാസം. 2008 അയാൾക്ക് കിട്ടിയൊരു ഡീലായിരുന്നു ഇതിന് കാരണം. ഇതൊരു സ്വീറ്റ് ഹാർട്ട് ഡീൽ എന്നറിയപ്പെട്ടത്. ഇതൊരു രഹസ്യ കരാറായിരുന്നു. വളരെ ചെറിയൊരു കുറ്റം സമ്മതിച്ചു. പകരമായി അയാൾക്കും കൂട്ടുപ്രതികൾക്കും മറ്റെല്ലാ ഫെഡറൽ കുറ്റങ്ങളിൽ നിന്നും ഇളവ് കിട്ടി. ഇരകളോ? അവരെ ഈ കരാറിനെക്കുറിച്ച് അറിയിച്ചതുപോലുമില്ല. പോരാത്തതിന് ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും തന്റെ ഓഫീസിൽ പോയി ജോലി ചെയ്യാനുള്ള അനുമതിയും കിട്ടി. ഈ ഡീൽ അയാളെയും അയാളുടെ നെറ്റ്വർക്കിനെയും സംരക്ഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ആളുകൾ ശരിക്കും രോഷാകുലരായി. ഒരു 10 വർഷം കഴിഞ്ഞു. ജനങ്ങളുടെ സമ്മർദ്ദം കൂടി. പുതിയ അന്വേഷണങ്ങൾ തുടങ്ങി. അങ്ങനെ 2019 ഫെഡറൽ സെക്സ് ട്രാഫിക്കിംഗ് കുറ്റത്തിന് അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇത്തവണ കേസ് വിചാരണയ്ക്ക് പോലും എത്തിയില്ല. കാരണം അറസ്റ്റിലായി 1 മാസത്തിനുള്ളിൽ അയാളെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഔദ്യോഗിക കാരണം ആത്മഹത്യ. പക്ഷേ അയാളുടെ സെല്ലിനടുത്തുള്ള CCTV ക്യാമറകൾ നിഗൂഢമായി പ്രവർത്തിച്ചിരുന്നില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഗാർഡുകളോ? അവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ മരണം ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചു. ഏറ്റവും പ്രധാനമായി ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അവശേഷിച്ചു. ഇരകൾക്ക് കോടതിയിൽ നീതി ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. പക്ഷേ എപ്സ്റ്റീന്റെ മരണം ആ കഥയുടെ അവസാനമായിരുന്നില്ല. ഒരു തരത്തിലുമല്ല. സത്യത്തിൽ ആ മരണമാണ് നമ്മളിപ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് വിളിക്കുന്ന രേഖകൾ പുറത്തുവരാൻ കളമൊരുക്കിയത്. ശരി, അപ്പോൾ എന്താണ് ഈ എപ്സ്റ്റീൻ ഫയലുകൾ? ഇത് ക്രിമിനൽ കേസിന്റെ ഫയലുകളല്ലെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പകരം വിർജീനിയ ജുഫ്രെ ഗിസ്ലൈൻ മാക്സ്വെല്ലിനെതിരെ നൽകിയ സിവിൽ കേസിലെ ആയിരക്കണക്കിന് പേജുകളുള്ള രേഖകളാണ്. കോടതി ഉത്തരവിലൂടെയാണ് ഇവ പുറത്തുവിട്ടത്.
ഇതിലെന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒരു വലിയ വിവരശേഖരം തന്നെയുണ്ട്. ആളുകളുടെ മൊഴികൾ, സ്വകാര്യ ഇമെയിലുകൾ, ഫോട്ടോകൾ, അയാളുടെ പ്രൈവറ്റ് ജെറ്റിലെ യാത്രാവിവരങ്ങൾ, അങ്ങനെ പലതും. എപ്സ്റ്റീന്റെ ആ രഹസ്യ ലോകത്തേക്ക് മുൻപൊരിക്കലും കിട്ടാത്ത ഒരു എത്തിനോട്ടമാണ് ഇത് നമുക്ക് തരുന്നത്. ഇനി ഈ ഫയലുകളിൽ നൂറുകണക്കിന് ആളുകളുടെ പേരുകളുണ്ട്. കൂട്ടാളികൾ, ഇരകൾ, ജീവനക്കാർ. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരാളുടെ പേര് ഈ ഫയലുകളിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അവരെന്തെങ്കിലും കുറ്റം ചെയ്തു എന്നർത്ഥമാക്കുന്നില്ല. അതൊരു ആരോപണമായി കണക്കാക്കാനാവില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് പേജുകൾ പുറത്തുവന്നു. ശക്തരായ പലരുടെയും പേരുകൾ പരസ്യമായി. ഇനി ബാക്കിയുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ എപ്സ്റ്റീൻ ഫയലുകളുടെ ആത്യന്തികമായ പ്രത്യാഘാതം എന്തായിരിക്കും? ഈ വെളിപ്പെടുത്തലോടെ ഈ കഥ അവസാനിക്കുന്നില്ലെന്നുറപ്പാണ്. ഇനി ആർക്കൊക്കെയാണ് ഇതിനുത്തരം പറയേണ്ടി വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.